ദാ നമ്മളിപ്പോ ഇന്ന് രാജേഷേട്ടന്റെ ബർത്ത്ഡേക്ക് ഒരു കേക്കും കൊണ്ട് നമ്മുടെ കടയിലേക്ക് പോണതാട്ടോ. അപ്പോൾ പുള്ളിയുടെ മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലാവണല്ലേ, പുള്ളിക്ക് യാതൊരു ഓർമ്മയും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് കണ്ടപ്പോൾ ഇത് എന്താ സംഭവം എന്നാണ് ആദ്യം തന്നെ ചോദിച്ചത്. കേക്കോ ഇതെന്തിനാന്ന് ചോദിച്ചത്. പിറന്നാളാണോ അങ്ങനെയൊന്നും ഓർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സർപ്രൈസ് ആയിട്ട് ഞാൻ വിചാരിച്ച പോലെ തന്നെ ഒരു ചെറിയൊരു കേക്ക് കട്ടിങ്. അപ്പോൾ നമ്മുടെ ഷോപ്പിലേക്ക് ചെന്താട്ടോ. അപ്പോൾ കേക്ക് മാത്രമായിരുന്നില്ല, അതേ കണ്ണന് വെച്ചു അവരുടെ ഒരു ഹാപ്പി ബർത്ത്ഡേ വിഷ് എന്നും പറഞ്ഞതേ അവർ രണ്ടാളും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഞാൻ കടയിലേക്ക് പോണ ആ സമയത്താ പറഞ്ഞേട്ടോ, അച്ഛൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്യാൻ പോവാന്ന് പറഞ്ഞ്. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് സമയം പോലും കിട്ടിയില്ല. അപ്പോൾ പിള്ളേര് രണ്ടാൾ അവരെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഒരു ചെറിയൊരു വിഷു എഴുതി പോയി നമ്മുടെ ബേക്കറിയിൽ പോയിട്ട് ആ കേക്ക് കട്ട് ചെയ്ത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ എന്തായാലും ബർത്ത്ഡേക്ക് ഒക്കെ നമ്മൾ കേക്ക് കട്ട് ചെയ്യുക, അതുപോലെ നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്യുമ്പോൾ സർപ്രൈസ് ആയിട്ടൊന്ന് കൊടുക്കാകുമ്പോൾ കിട്ടണവർക്കും സന്തോഷം. നമ്മൾ ആ സർപ്രൈസിന് വേണ്ടി നമ്മൾ ആ ചെലവാക്കണ സമയമൊക്കെ നമുക്കും വളരെ സന്തോഷവും ഒരു നല്ലൊരു ഇതാട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാവരും കൂടെ കേക്കൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് പിരിഞ്ഞു. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ, സീ യു.